ഇപ്പം ഇങ്ങനെ അൽമുർഷിദിൽ പഴയ അമലിയാത്തിൽ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതിൽ ഖുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. എന്താ അത് സ്വീകരിക്കാത്തത്? അതിന് തെളിവില്ലാത്തത് കൊണ്ട്. ഇതാണ് അപ്പൊ മുമ്പ് മൂപ്പർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇന്നത് അംഗീകരിക്കുന്നില്ല. മാറ്റമുണ്ട്. മറ്റേ ഇയാള് മുജാഹിദാവാൻ കാരണം എന്താ? മുജാഹിദ് പ്രസ്ഥാനം ആ പറഞ്ഞിടത്തന്നെ നിൽക്കുന്നു എന്ന് കരുതിയിട്ടാ ഈ സാധു മുജാഹിദ് പ്രസ്ഥാനം എത്രയോ മുൻപിലെത്തിയ കഥ ഇയാളെ കണ്ടോ? ഇസ്ലാം മതത്തിൽ ഒരു കുഞ്ഞ് പിറന്ന് വീഴുന്ന സന്ദർഭത്തിൽ നമുക്കറിയില്ലേ, വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ മതം. നമുക്കറിയില്ലേ? അങ്ങനെ ചെയ്താൽ പൈശാചിക ബാധ ഏൽക്കുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ലം യുസിബുഹു ഉമ്മു സുബിയാൻ, ഹദീസിൽ കാണാം, പൈശാചിക ബാധ ഏൽക്കില്ല. കേരളത്തിലെ മുജാഹിദുകൾ മുസ്ലിമീങ്ങളിലുള്ള അനാചാരങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി രചിച്ച പുസ്തകം KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നത് എന്താ? പിറന്നു വീഴുന്ന കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇത് അനാചാരമാകുന്നു, ചെയ്യാൻ പാടില്ല, ചെയ്താൽ നരകത്തേക്ക് പോകും. പറയണ്ടേ മുജാഹിദ്? കാരണം അത് ചെയ്താൽ അയാൾക്ക് പിശാചിന്റെ ബാധ ഏൽക്കാതിരുന്നെങ്കിലോ, അത് ചെയ്തില്ലെങ്കിൽ പിശാച് വേഗം പിടികൂടും, വേഗം മുജാഹിദാകും. ഇതിനു വേണ്ടിയാണ് അവർ പറയുന്നത് അല്ലേ? നിങ്ങൾ ചിന്തിക്കണം. അനാചാരമാകുന്നു. അവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം. എന്നിട്ട് ഈ കഥയില്ലാത്ത സാധു പറയാണ് മുജാഹിദ് പ്രസ്ഥാനം അന്ന് പറഞ്ഞു കൊടുത്താ ഇന്നുള്ളത്. അല്ല സഹോദര, അല്ല. മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ തന്നെ എത്ര 40 വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഞാൻ. 40 വൈരുദ്ധ്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറഞ്ഞത് തെളിയിക്കാൻ എനിക്ക് എന്റെ കൈവശമുണ്ട്. ഞാനിപ്പോ അത് പറയുന്നില്ല. ഒന്നാമത് മുജാഹിദ് പറഞ്ഞു അള്ളാഹുവിന് കൈയില്ല, കാലില്ല, ജഡമില്ല, സ്ഥലമില്ല. അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാകുന്നു. എവിടെയാ പറഞ്ഞത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച KM മൗലവിയുടെ ഫത്താവ അൽ-മനാറിൽ അദ്ദേഹം പറഞ്ഞു, ഭാഗമുണ്ട്, ജഡമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ കാഫിറായ മുബ്തദിയാകുന്നു. അൽ-മനാർ. ഇപ്പൊ മുജാഹിദ് പറയുന്നത് എന്താ? അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹുവിന് ഊരയുണ്ട്, അള്ളാഹുവിന് 2 കൈയുണ്ട്. 2 കൈയും 2 വശത്താ, ഒന്ന് വലത് ഭാഗത്ത്, ഒന്ന് ഇടത് ഭാഗത്ത്. ഇപ്പോഴോ അത് കുറെ കാലം അങ്ങനെ പറഞ്ഞു. പിന്നെ 2004 സക്കരിയ സലാഹി എഴുതി പുറത്തിറക്കിയ പുസ്തകം, ആ പുസ്തകത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന പുസ്തകത്തിൽ പറഞ്ഞതോ 2 കൈയൊക്കെ ഉണ്ട്, പക്ഷെ 2 കൈയും വലതു ഭാഗത്താണ്, ഇടത് ഭാഗത്ത് കൈയില്ല. നിങ്ങൾ ചിന്തിക്കണം. ആദ്യം ഈ പുസ്തകത്തിൽ പറഞ്ഞതോ 2 കൈയുണ്ട്, ഒന്ന് വലത് കൈയാണ്, ഒന്ന് ഇടത് കൈയാണ്. 2004 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞു 2 കൈയൊക്കെ ഉണ്ട്, പക്ഷെ 2 കൈയും വലതു ഭാഗത്താ. അപ്പൊ ഇടത് ഭാഗത്തുണ്ട് എന്ന് പറയപ്പെടുന്ന കൈ വെട്ടിമാറ്റി വലതു ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്തു മുജാഹിദുകൾ. അപ്പൊ മുജാഹിദിന്റെ അള്ളാഹ്ക്ക് ഇടത് ഭാഗത്ത് കൈയില്ല, വികലാംഗനാണ് എന്ന് പറഞ്ഞു കുറെ കാലം നടന്നു. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട് എന്ന് പറയാൻ തന്നെ പറ്റൂല എന്നാണ് മുജാഹിദ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ നിങ്ങൾക്കറിയോ, മുജാഹിദിന്റെ 2009 ജനുവരി മാസത്തിൽ ഇറങ്ങിയ അൽ-മനാർ മുഖപത്രം, സുബ്ഹാനല്ലാഹ്, അതിൽ അള്ളാന്റെ കൈ വീണ്ടും വന്നു, ഇടത്തെ കൈ. നോക്കണം നിങ്ങൾ. അള്ളാഹുവിനുള്ള വിശ്വാസത്തിലാണ് ഈ അട്ടിമറി. ഇയാൾ പറഞ്ഞതോ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു കൊടുത്ത് നിൽക്കുന്നു. ചങ്ങായി, ഇത് എവിടെയോ എത്തിക്കണ, ഈ എവിടെ ഉള്ളത്, ഈ എന്തിട്ടാ മുജാഹിദിലേക്ക് വന്നത്? ഞങ്ങൾക്ക് അതറിയേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത കുറെ അങ്ങോട്ടെത്തി. എവിടെ എത്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയോ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പൊ കൊടുമ്പിരി കൊണ്ട് ചർച്ച നടക്കുന്നു. ഇത് ഇസ്ലാമി മാസികയെ ഏറ്റവും വലിയ കൊടുമ്പിരി കൊണ്ട് ചർച്ച എന്താ? അള്ളാഹുവിന്റെ ഊരയെ കുറിച്ചാ. അള്ളാഹുവിന് ഊരയുണ്ടോ ഇല്ലയോ, ആ ഊരന്റെ വലിപ്പം എത്രയെന്നാ. നിങ്ങൾ ചിന്തിച്ചോളി, ഞാൻ വെറുതെ പറയല്ല. ഇസ്ലാഹി മാസികയാണ് എന്റെ കയ്യിൽ. സംശയമുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ വന്ന് നോക്കാം, ഉറപ്പ് വരുത്താം, സംശയം തീർക്കാം. ഇതിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഊര എന്നത് അവന്റെ ഒരു വിശേഷണമാണ്. അത് അപ്പടി അംഗീകരിക്കലാണ് സലഫുകളുടെ രീതി. അതിനെ വ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ ഇല്ല. എന്നാൽ മുഅ്തസിലത്തും ജഹമിയ്യത്തും ആദർശമായി സ്വീകരിച്ച മടബൂരികൾ അള്ളാഹുവിന്റെ ഈ സിഫത്തിനെ അപ്പടി നിഷേധിച്ചിരിക്കുകയാണ്. മടപൂരികൾ ഇതിനെ നിഷേധിച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെയല്ല, അള്ളാഹുവിന് ഊരയുണ്ട് എന്നിടത്ത് തന്നെയാണ് നമ്മളുള്ളത്. അള്ളാഹിന്റെ ഊരയിലെത്തിയിട്ടുണ്ട് സംഗതി. ഇനി ബാക്കിയുള്ളത് എന്നാ പറയാന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം. എന്താണ് ഇവർ ഈ പറയുന്നത്? എന്ത് വിശ്വാസമാണ് ഈ പറയുന്നത്? എന്നിട്ട് ഇയാൾ വലിയ കാര്യമായിട്ട് പറയാ എന്ത്? മുജാഹിദ് പ്രസ്ഥാനം അന്ന് പറഞ്ഞു കൊടുത്തന്നെ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് മാറ്റില്ല. സഹോദരന്മാരെ, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എത്രയാണ് ഇവർ ഭേദഗതി വരുത്തിയത് നിങ്ങൾക്കറിയോ?
ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മൗലവി പറഞ്ഞത് എന്താ? അതാണ് ഏറ്റവും രസം. എന്താ? നിസ്കാരം നമ്മൾ അറബിയിൽ നിർവഹിക്കുന്നു, ഖുതുബ മലയാളത്തിലും നിർവഹിക്കുന്നു. അതിന് കാരണം എന്താണ്? അതിന് കാരണം മറ്റൊന്നുമല്ല, അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. എങ്ങനെയുണ്ട്? അതായത് അറബിയിൽ നിസ്കരിച്ചാൽ തന്നെ അള്ളാഹ്ക്ക് തിരിയും, മലയാളം അള്ളാഹ്ക്ക് തിരിയില്ലല്ലോ, മലയാളി അല്ലല്ലോ അള്ളാഹു. അതുകൊണ്ടാണ് നിസ്കാരം അറബിയിലായത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അള്ളാഹിനെ പറ്റി ഈ ആദി വിശ്വാസം? മുജാഹിദ് വിശ്വാസം കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനം പറയട്ടെ. വെച്ചുകൊടുക്ക. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ? പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ തെക്കുവയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയല്ല, അള്ളാഹ്ക്ക് മലയാളം അറിയില്ല, അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് മലയാളം തിരിയണ്ടേ? അള്ളാഹു മലയാളിയല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണിത്. ഈ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദ് പറയുമ്പോഴാണ് സക്കരിയ സലാഹി ചെയ്ത പണി എനിക്ക് ഓർമ്മ വരുന്നത്. സക്കരിയ സലാഹി ഇത് കേട്ടപ്പോ പറഞ്ഞു നോക്കി നിങ്ങൾ പറയും അതന്നെയാണ്. അത് കാര്യം അത് സക്കരിയ ചെയ്തതിനെ ശരി. കാരണം ആ ജാതിയല്ല ഇയാൾ ഈ പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്താണ് അള്ളാഹുവിനെ കുറിച്ച് ഇവർ വിശ്വസിക്കുന്നത്? എന്നിട്ട് മറ്റേ ആള് പറയാം ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞോർത്ത് നിൽക്കുന്നു. നിങ്ങൾ അവിടെ നിന്നൊക്കെ എവിടെയോ മാറിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. നിങ്ങൾ ഏതായാലും ക്ഷമിച്ചു, 5 മിനിറ്റ് കൂടി. ലബ്ബാദാനമി വെല്ലുവിളിച്ച ഒരു കാര്യമുണ്ട്. അതെന്താ? ഇവിടെയും പറഞ്ഞിരുന്നു, സംവാദത്തിലും പറഞ്ഞിരുന്നു. എന്താണത്? അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ച ഒരു സംഭവം തെളിയിക്കാമോ? ലബ്ബാദാനമിയുടെ വെല്ലുവിളിയാണ്. എന്താ അയാൾ പറഞ്ഞത്? സ്വർഗം ചോദിച്ചത് ഞാൻ സുന്നികളെ, ഇവിടെയുള്ളവരല്ല, കേരളത്തിലുള്ള മുഴുവൻ സുന്നികളെയും വെല്ലുവിളിക്കുന്നു. ഒന്ന് വെച്ചു കൊടുത്ത വെല്ലുവിളി. കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? കേരളത്തിലുള്ള എല്ലാ സുന്നികളെയും എല്ലാ പണ്ഡിതരെയും വെല്ലുവിളിക്കുക മൂപ്പര്. സഹോദരന്മാരെ, ഇതിന് പണ്ഡിതന്മാർ വേണ്ടതില്ല, മുതഅല്ലിമുകൾ മതി. എന്തേ കാര്യം? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമുക്കറിയില്ലേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് എടുക്കുന്നു. രാത്രിയുടെ സമയത്ത് റസൂലുള്ള എഴുന്നേറ്റപ്പോൾ ആവശ്യമായ വെള്ളവും വിഭവങ്ങളും നൽകുന്നു. സന്തോഷം കൊണ്ട് റസൂലുള്ള ചോദിക്കുന്നു, സല്യാ റബീഅ, റബീഅ നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? ചോദിച്ചോ റബീഅ. ആ സന്ദർഭത്തിൽ റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നത് എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ, ഞാൻ അങ്ങയോട് തങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം എനിക്ക് കിട്ടണം നബിയേ. തങ്ങളോട് കൂടെ സ്വർഗത്തിൽ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരാത് ചോദിക്കുന്നത്? ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു. ആരോടാ ചോദിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനോട്. ആരാ ഉദ്ധരിച്ചത്? ഇമാം മുസ്ലിം തങ്ങൾ. 1094 നമ്പർ ഹദീസായി നമുക്ക് സ്വഹീഹ് മുസ്ലിമിൽ ഇത് കാണാവുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചോ? ഇത് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞോ, ലബ്ബാദാനബി പറയുന്നത് നീ കേട്ടിട്ടില്ലേ റബീഅത്തെ? അങ്ങനെ സ്വർഗം ചോദിക്കാൻ പറ്റുമോ? അത് ശിർക്കല്ലേ, അത് കുഫറല്ലേ എന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. നീ സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്കണം റബീഅത്തെ എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. നോക്ക് നിങ്ങൾ. അപ്പൊ ഇതാണ് ഈ ഹദീസ്. നിങ്ങൾക്കറിയോ, ഇത് സുന്നികൾ സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ട ഹദീസാണ്, വളരെ പ്രബലമായ ഹദീസ്. എന്നിട്ടാ മൂപ്പര് വെല്ലുവിളിക്കുന്നത്. ഈ ഹദീസ് അദ്ദേഹം തന്നെ തന്റെ ചർച്ചയിൽ അദ്ദേഹത്തിനും സമ്മതിക്കേണ്ടി വരികയാണ്. അദ്ദേഹം അതേ ഹദീസ് വായിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അതൊന്ന് വെച്ചു കൊടുത്ത ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മുഖ്തസറൻ ചുരുങ്ങിയ രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിമിൻ, മുസ്ലിമിന്റെ ലഫ്ള് എന്താണ്? ഈ പറഞ്ഞതുപോലെ കുന്തു ബിന്ദു മാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞിട്ട് വലിയ ആളാ ഒരു ഹദീസ് വായിക്കുക, കുന്തു ബിന്തു ആ ബിന്തുവിന്റെ